കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഭൂമി മേടിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? എനിക്ക് ഭൂമി മേടിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഭൂമി കിട്ടുന്നില്ല, അതിനുള്ള യോഗമുണ്ടോ? ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? എനിക്ക് 2-3 മക്കളില്ലേ? അവരെയൊക്കെ കല്യാണം കഴിച്ച് അയക്കണ്ടേ? ഈ കല്യാണം കഴിക്കുന്നവരൊക്കെ ഒന്നും ചോദിക്കത്തില്ലേ ഭൂമിയുണ്ടോ അല്ലെ വീടുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ ആൾക്കാരുടെ സംശയങ്ങളാണ്. എന്തുകൊണ്ടാണ് ഭൂമി ലഭിക്കാത്ത? ഇത്രയും പ്രായമായല്ലോ, ഭൂമിയൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ പ്രാക്ക് ദോഷം എന്ന് പറയുന്നൊരു സംഭവം ഭൂമി വാങ്ങുന്നതിൽ തടസ്സം വരുന്നതായിട്ടുള്ള ഒരു വിഷയമാണ്. ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ പ്രാക്ക് ദോഷമോ പ്രാവോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭൂമി ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ അതിനുള്ള പരിഹാരം ചെയ്തതിന് ശേഷം മാത്രമേ അത് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ദൃഷ്ടിദോഷമുണ്ട്. നല്ല ഭൂമി മേടിച്ചാലും അവിടെ നന്നായിട്ട് താമസിക്കാൻ പറ്റാത്തതായിട്ടുള്ള ദൃഷ്ടിദോഷങ്ങളുണ്ട്. ദൃഷ്ടിദോഷം ഉണ്ടെങ്കിൽ ആ ഭൂമി താമസിക്കാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും നമ്മൾ ആ വാടകയ്ക്ക് മാറും. ആ വീട്ടിൽ താമസിച്ചിട്ട് നമ്മളിത് വിൽക്കാൻ തുടങ്ങുവാണെങ്കിലും പ്രശ്നമുണ്ട്. ഇത് വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എനിക്കത് മേടിക്കണമല്ലോ എന്ന് പറഞ്ഞ് ദൈവമേ ആ ഭൂമി എനിക്ക് കിട്ടണം, ഞാൻ 5 ലക്ഷം രൂപ കൊടുത്തേക്കാം, അല്ലെ 10 ലക്ഷം രൂപ കൊടുത്തേക്കാം, ഗുരുവായൂരപ്പ അവർ തുലാഭാരം നടത്തിയേക്കാം, എൻ്റെ ഇത്രയൊക്കെ പൈസ ഉള്ളൂ എന്ന് പറയുന്നവരുമുണ്ട്. അപ്പോഴും ആ ഭൂമിക്ക് ശാപം. ഇങ്ങനെയൊക്കെയുള്ള ശാപതാപാദികൾ ഉള്ളിടത്താണ് ഉള്ള കുടുംബത്തിലെ അംഗങ്ങൾക്കാണ് ഒരു 90% ആൾക്കാർക്കും ഭൂമി ലഭിക്കാതെ പോകുന്നതിൻ്റെ ഒരു അവസ്ഥ. എത്ര കാശ് കൈക്കൊണ്ട് നടന്നാലും ഭൂമി ലഭിക്കില്ല. എത്ര ധനം ഉണ്ടെന്ന് പറഞ്ഞാലും ഭൂമി ലഭിക്കില്ല. സ്വർണ്ണം അടുക്കി വെച്ചെന്ന് പറഞ്ഞാലും ഭൂമി ലഭിക്കില്ല. അവിടെ ഒരു കൂരയിൽ അല്ലെങ്കിൽ ഒരു ഗൃഹത്തിൽ ഒരു താമസിക്കാനുള്ള യോഗം ഉണ്ടാകത്തില്ല. മംഗളമായിട്ട് ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് അവരെന്നും ഇതിനെ ചൊല്ലി വഴക്കുമായിരിക്കും. ഇതിനെ ചൊല്ലി ഒന്നും വഴക്കിട്ട് ഒരു ഭൂമി സംബന്ധമായിട്ടോ ഒരു വീട് സംബന്ധമായിട്ടോ കിട്ടാൻ ഇതിനെ ചൊല്ലി വഴക്കൊന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല. അത് ചുമ്മാ വെറുതെ വഴക്കിട്ട് പോകാമെന്നേ ഉള്ളൂ സമയം. എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് നോക്കുക. എല്ലാ വഴക്കിൻ്റെ പ്രധാനം ഒന്നും കാണത്തില്ല, ഒരു കാര്യമില്ല. ഭാര്യ ഒരു കുടുംബ പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കുക, ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കുക. അതാദ്യം നല്ലതോ ചീത്തയോ ഒന്ന് നമ്മൾ കാണുക. അന്യോന്യം ബഹുമാനം ഉണ്ടാകുക, അന്യോന്യം കുറ്റപ്പെടുത്താതെ ജീവിക്കുക. മറ്റൊരാളിൽ നിന്ന് വേർപെട്ട് ഭർത്താവിനെയോ ഭാര്യയെ കാണാതിരിക്കുക. ഇപ്പോൾ ഒരു ഭാര്യ പറയാ ഇന്നാരും നല്ലതാണല്ലോ എന്ന് 24 മണിക്കൂർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്തു പറയും? ഇദ്ദേഹം എന്നെ നോക്കുന്നില്ല, ഇദ്ദേഹം ചെയ്യുന്നത് ശരിയല്ല, ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ശരിയല്ല, ഇദ്ദേഹം ധനം ഉണ്ടാക്കുന്നില്ല. ഇനി അഥവാ ധനം ഉണ്ടാക്കി കൊടുത്താലും അത് അങ്ങനെ ഉണ്ടാക്കിയതല്ലേ, മറ്റുള്ളവരുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അതവർ കഷ്ടപ്പെട്ടല്ലേ ഉണ്ടാക്കുന്നത്, അവിടെ നിന്ന് കിട്ടിയല്ലേ. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ അതാണ് ഒരു കുടുംബ പ്രശ്നം ഉടലെടുക്കാനുള്ള കാരണം. അതുകൊണ്ടാണ് ഈ ഭൂമി സംബന്ധമായിട്ടോ വീട് സംബന്ധമായിട്ടോ ഒന്നുമില്ലെങ്കിൽ അതിൽ അഹങ്കരിക്കാനും പാടില്ല. കാരണം മറ്റുള്ളവർ ഉള്ളവർ അതിൽ അഹങ്കരിക്കാനും പാടില്ല. മറ്റുള്ളവർക്കൂടെ അത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എപ്പോഴും അതിനെക്കുറിച്ച് ഏതൊരു വിഷയത്തെക്കുറിച്ചാണെങ്കിലും കുടുംബ സംബന്ധമായിട്ട് അന്യോന്യം വേദനിപ്പിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവർ തമ്മിലൊരു തീരുമാനം സമാധാനപരമായിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ 100% അത് സക്സസ്സേ ഉള്ളൂ. അത് കവിടി വെച്ച് നോക്കിയതിന് ശേഷം ഭൂമിയിൽ എന്താണ് തടസ്സം വന്നിരിക്കുന്നത്? പൂർവ്വദോഷമാണോ, പൂർവ്വജന്മദോഷമാണോ, അതോ ഇപ്പോൾ ഇരിക്കുന്നതായിട്ടുള്ള ശാപങ്ങളുടെ ദോഷമാണോ, ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചൊല്ലി പ്രാർത്ഥന നടത്തിയതാണോ, അത് സ്വന്തം ആൾക്കാരാണോ, ബന്ധു സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ്, രക്തബന്ധത്തിൽപ്പെടുന്നതാണോ, അന്യഥ ഒന്നാണെന്നോ ഒക്കെ നോക്കി അതിനൊക്കെ പരിഹാരം ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ 100% ഭൂമി മേടിക്കാവുന്നേ ഉള്ളൂ. സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഭൂമിയൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മാന്യ എൻ്റെ പ്രേക്ഷകർക്കെല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.